മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഹബീബായ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് വന്ന് ചോദിച്ചു, തങ്ങളെ ഞാൻ തങ്ങളെ എന്റെ ജസദ് ഒഴികെയുള്ള എല്ലാത്തിനേക്കാളും തങ്ങളെ ഞാൻ സ്നേഹിക്കുന്നു തങ്ങളെ. ഹബീബായ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ ഉമറേ, എന്നാൽ നിന്റെ ഈമാൻ പരിപൂർണമായിട്ടില്ല. നിന്റെ ജസദൊഴികെ ഈ ലോകത്തുള്ള എല്ലാത്തിനേക്കാളും സ്നേഹിക്കുന്നു. നിന്റെ ഈമാൻ പരിപൂർണമായിട്ടില്ല. അപ്പൊ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു തിരുത്തുകയാണ്, വല്ല തങ്ങളെ ശരീരത്തിനേക്കാൾ എന്റെ ജസദിനേക്കാൾ ഞാൻ പ്രണയിക്കുന്നു തങ്ങളെ. ഇത് കേട്ടപ്പോൾ നിന്റെ പരിപൂർണത അങ്ങനെ വേണം. സ്വന്തം ശരീരത്തിനേക്കാൾ സ്നേഹിക്കണം. ഹബീബായ റസൂലുള്ളാഹി മഹാനായ ഉവൈസ് റളിയല്ലാഹു അൻഹു ഉഹദിന്റെ രണാങ്കത്തിന്റെ ഹബീബായ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പല്ലങ്ങ് പൊട്ടിയ സമയത്ത് അത് മഹാനായ ഉവൈസ് അറിഞ്ഞു. ഒരു പാറക്കല്ലെടുത്ത് അദ്ദേഹത്തിന്റെ മുമ്പിൽ പൊട്ടിക്കുകയാണ്. കാരണം ഹബീബായ മുമ്പിൽ പൊട്ടിയെങ്കിൽ പിന്നെ എന്തിനാ മുമ്പല്ല. അങ്ങനെയാണ് റസൂലുള്ളാഹിനെ കണ്ടിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ പവർ എന്ന് വെച്ചാൽ വലുതാണ്. മഹാനായ ഹബീബ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബകൾക്ക് ഇങ്ങനെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഹബീബായ തങ്ങൾ പറഞ്ഞു, യമൻ രാജ്യത്ത് കർണ എന്ന നാട്ടിൽ ഉവൈസ് ഒരു മനുഷ്യരുണ്ട്. അദ്ദേഹത്തിനോട് സലാം പറയണം. അദ്ദേഹത്തിനോട് പോയി സലാം പറയണം. അദ്ദേഹത്തിന് എന്റെ ഉമ്മത്തിന് വേണ്ടി ദുആ ചെയ്തു കൊടുക്കാൻ വേണ്ടി പറയണം. നെട്ടിപ്പോയി. കാരണം തങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്ന മഹാനോ ഇത്രയും വലിയ പവർ അദ്ദേഹത്തിന് എങ്ങനെ കിട്ടി? മഹാനായ ആരാണ്? അദ്ദേഹത്തിനൊരു ഉമ്മയുണ്ട്, ഉമ്മക്കൊരു മകനുണ്ട്. അത് മാത്രമേ തങ്ങളെ കുറിച്ച് കേൾക്കുകയാണ്. കേട്ട സമയത്ത് അല്ലാഹു വീട്ടി തരട്ടെ, പരിഹരിക്കട്ടെ, മാറ്റട്ടെ. ഒരുപാട് മനസ്സിൽ ഉള്ളിൽ വിഷമങ്ങളുള്ളവരെല്ലാം സലാമത്താക്കി തരും. രണ്ട് തങ്ങന്മാരും സദസ്സിലേക്ക് വരി. ബിലാൽ തങ്ങൾ വരും. അഹ്ലു ബൈത്ത് സഫീനത്തുൻ നോഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കപ്പലിൽ വിജയിച്ചു. അതുപോലെ തന്നെ അഹ്ലു ബൈത്ത് അവരുടെ അവരെ മുറുകെ പിടിച്ച് ജീവിക്കാൻ തൗഫീഖ് പറഞ്ഞുകൊണ്ടുവരുന്നത് ചരിത്രമാണ്. അങ്ങനെ അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിച്ചു. റസൂലുള്ളാഹിനെ കുറിച്ച് അറിഞ്ഞു. മദീനയിൽ നിന്ന് യമനിലേക്ക് 1000 കിലോമീറ്റർ ദൂരമുണ്ട്. അന്ന് വാഹനങ്ങളില്ല, ഫ്ലൈറ്റില്ല, വെറും കാൽ മാത്രമുള്ളൂ. പാവപ്പെട്ട മനുഷ്യനാണ് ആട് മേയ്ക്കുന്ന മനുഷ്യനാണ് അദ്ദേഹം. അങ്ങനെ അദ്ദേഹത്തിന്റെ രോഗബാധിതനായി ചോദിച്ചു, തങ്ങളൊന്ന് വരട്ടെ തങ്ങളെ. പറഞ്ഞു മോനെ, നീ മാത്രമേ പെട്ടെന്ന് തിരിച്ചു വരണോ.
മദീന ലക്ഷ്യമാക്കി ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലക്ഷ്യമാക്കി കാണണം അവിടത്തേക്ക് പോയ സലാത്തു അലൈക യാ സയ്യിദി റസൂലുള്ളാഹി എന്ന് പറയണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മഹാനായ മദീന ലക്ഷ്യമാക്കുകയാണ് ചരിത്രം ചുരുക്കുകയാണ് സമയം വളരെ കുറവാണ് മദീന ലക്ഷ്യം കാണുന്നില്ല പിന്നെ അദ്ദേഹം ചെന്നു ഹബീബായ തങ്ങളുടെ വീട്ടിലേക്ക് ചെന്നു അങ്ങാടിയിലില്ലെങ്കിൽ പിന്നെ വീട്ടിൽ ചെന്നപ്പോ തങ്ങളെ യമൻ രാജ്യത്ത് നിന്നോ കർണെന്ന നാട്ടിൽ ഉവൈസ് എന്ന ചെറുപ്പക്കാരെ കാണുന്നത് തങ്ങളെ പുറത്തേക്ക് വരൂ വീടിന്റെ അകത്ത് നിന്നും മഹദിയായ ആയിഷ വിളിച്ചു പറയുന്നു തങ്ങൾ ഇവിടെയില്ലല്ലോ തങ്ങൾ എവിടെ പോയി മഹാനായ ഉവൈസ് ചോദിക്കുകയാണ് എവിടെ പോയി തങ്ങൾ യുദ്ധത്തിന് വേണ്ടി പോയതാ യുദ്ധത്തിന് പോയ മാസങ്ങളോലാകാം ആഴ്ചകളോലാകാം ഇസ്ലാം ഈ നമ്മുടെ അടുത്തേക്ക് വളരെ ത്യാഗം അനുഭവിച്ചിട്ടല്ലേ യുദ്ധത്തിന് വേണ്ടി പോയതാണെന്ന് പറഞ്ഞപ്പോ ചോദിച്ചു എന്ന് വരും ഞാനിവിടെ എപ്പോ വരും പറഞ്ഞു മാസങ്ങളാകാം സുബ്ഹാനല്ലാഹ് പറഞ്ഞു പോയി കാരണം മാസങ്ങളോളം വെയിറ്റ് ചെയ്യാൻ പറ്റൂല ഉമ്മാന്റെ വാക്കുണ്ടവിടെ ഉമ്മ പറഞ്ഞൊരു വാക്കുണ്ടവിടെ ഉമ്മ പറഞ്ഞില്ല വൈകരുത് പെട്ടെന്ന് പോയി വരണം കാരണം ഒറ്റക്കാടാണ് എനിക്ക് നീ മാത്രമേ ഉള്ളൂ അതാലോചിച്ചുകൊണ്ട് മഹാനായ ഉവൈസ് റളിയല്ലാഹു അൻഹു ആയിഷ പറഞ്ഞു നിങ്ങളുടെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വരുമ്പോ യമൻ രാജ്യത്ത് നിന്ന് നാട്ടിൽ നിന്ന് ഉവൈസ് എന്നിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു പറയണേ എന്നിട്ട് ഒന്ന് പറയണേ മനസ്സ് വേദനയായിട്ട് ഉമ്മയുടെ അടുത്തേക്ക് തിരിച്ചു പോകുന്നു കാരണം ഉമ്മാന്റെ വാക്ക് മാത്രം അദ്ദേഹം വിലക്കെടുത്തു ശരീഅത്ത് നിയമം പാലിക്കണ്ടേ ഉമ്മ വിട്ടിട്ട് ഉമ്മാന്റെ വാക്ക് അദ്ദേഹം കേട്ടല്ലോ അങ്ങനെ അദ്ദേഹം പോയി സുബ്ഹാനല്ലാഹ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കൾ പറഞ്ഞു കൊടുക്കുകയാണ് അതാ ഉവൈസ് പോയി കാണണം അദ്ദേഹം എന്നെ കണ്ടിട്ടില്ല പക്ഷേ അദ്ദേഹത്തിന്റെ പവർ എന്താണെന്നറിയോ ഗോത്രത്തിലുള്ള ആളുകളുണ്ടല്ലോ ആളുകളുടെ രോമണരുണ്ടല്ലോ കോടിക്കണക്കിന് രോമങ്ങളുള്ള ആളുകളെ സ്വർഗത്തിലാകാൻ പവറുള്ള മനുഷ്യനാണ് ഇത്രയും കാരണം തങ്ങളോട് റസൂലുള്ളാഹിനെ നേരിട്ട് കണ്ടിട്ടില്ല പക്ഷേ സ്വർഗ്ഗത്തിൽ നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടെ സ്വർഗ്ഗത്തിൽ സ്വർഗ്ഗം കിട്ടിയത് കൊണ്ട് മാത്രം പോരാ സ്വർഗ്ഗത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടെ ഇരിക്കണം അവിടത്തോട് ചേർന്നിരിക്കണം അല്ലാഹുവിന്റെ ബറക്കത്ത് കൊണ്ട് തൗഫീഖ് തരട്ടെ അതിനുവേണ്ടി എല്ലാവരും
അല്ലാഹു സുബ്ഹാനഹു വ തആല മജ്ലിസ് ദുആ ഇജാബത്തുള്ള മജ്ലിസാകട്ടെ. അങ്ങനെ ചരിത്രം തുടരുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് അടയാളിച്ച് പറഞ്ഞു കൊടുത്തു. അദ്ദേഹത്തിന് ചില അടയാളങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ കൈപ്പത്തി വെള്ള ഒരു അതുപോലെ അദ്ദേഹത്തിന്റെ കൈപ്പത്തി അങ്ങനെ കുറച്ച് അടയാളം കൊടുത്തു. അങ്ങനെ സുബ്ഹാനല്ലാഹ് ചരിത്രം ചുരുക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഉവൈസുൽ ഖാനി റളിയല്ലാഹു അൻഹു യമൻ ലക്ഷ്യമാക്കി പോകുന്നു. റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉവൈസിനെ ഒന്ന് കാണണ്ടേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പവർ കൊടുത്ത ഉവൈസല്ലേ അദ്ദേഹത്തിന് ഒരു റസൂലുള്ളാഹി ധരിച്ചൊരു ജുബ്ബ കൊടുത്തിട്ടുണ്ട്. സമ്മാനമായിട്ട് കൊടുക്കാം. സലാം പറഞ്ഞിട്ടുണ്ടല്ലോ. സലാം പിന്നീട് പോയി കൊടുക്കണ്ടേ. ഉവൈസ് നടക്കുകയാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ ഒരുപാട് അന്വേഷിച്ചു. യമനിലുള്ള ആളുകൾ ചോദിച്ചു. പറയുന്നില്ല. അങ്ങനെ ഒരു മനുഷ്യൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞ മനുഷ്യനൊന്നും ഇവിടെ ഇല്ല. ഇവിടെ ഒരു ഉവൈസുണ്ട്. പക്ഷേ അയാൾക്ക് അയാൾ പറഞ്ഞ പവറൊന്നും കാണില്ല. അയാളിങ്ങനെ ആടിനെ മേച്ചിക്കാൻ ജനങ്ങൾ ഇങ്ങനെ വിളിക്കും. കുട്ടികൾ കല്ലെറിയും. ഒരു ഭ്രാന്തനെ നാട്ടിലൂടെ ഒരു മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹം എവിടെയെങ്കിലും ഒരു ആട്ടിൻകൂട്ടത്തിൽ ഉണ്ടാവും. അദ്ദേഹത്തെ കാണേണ്ടതെന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അങ്ങനെ ഒരു ആട്ടിൻ കൂട്ടത്തിന്റെ ഇടയിൽ ഒരാൾ ഇങ്ങനെ നിസ്കരിക്കുന്ന നമ്മൾ അറിയാതെ നമ്മുടെ അക്കൗണ്ടിലേക്ക് കൂലി കയറുന്ന ഒന്നാണ് തർദിയത്ത്. മഹാന്മാരുടെ പേരുകൾ നൽകുമാറാകട്ടെ. അങ്ങനെ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ജനങ്ങളും അദ്ദേഹത്തിന്റെ അടുത്തേക്ക് എന്നിട്ട് അദ്ദേഹം നിസ്കരിക്കുന്നത് വരെ കാത്തുനിന്നു. അദ്ദേഹത്തിന്റെ നിസ്കാരത്തെ തടഞ്ഞിട്ടില്ല. നിസ്കരിക്കുന്നത് വരെ കാത്തുനിന്ന് സലാം വീട്ടിയപ്പോ നിൽക്കുന്നു ഉമർ റളിയല്ലാഹു അൻഹു തങ്ങളും അമീറുൽ മുഅ്മിനീൻ ഉമർ തങ്ങളെ ഇവിടേക്ക് വന്നത് നിങ്ങളെ കാണാൻ വന്നതന്നെ. നിങ്ങളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളോട് റസൂലുള്ളാഹി തങ്ങളുടെ ഉമ്മത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ദുആ ചെയ്യും. നിങ്ങൾ എന്താ തായ്മയുടെ വാക്ക് എന്ത് നല്ല മഹാന പണ്ഡിതനാണ്. തായ്മയുടെ വാക്കാണ്. എല്ലാവരുടെയും പൊങ്ങച്ചക്കാരാകരുത്. എപ്പോഴും എല്ലായിടത്തും തായ്മയുള്ള മനുഷ്യരായി മാറി. അങ്ങനെ ഞാൻ ദുആ ചെയ്യാം. നിങ്ങളല്ലേ അമീറുൽ മുഅ്മിനീൻ രണ്ടാമത്തെ ഖലീഫ ദുആ ചെയ്യണം. ഞാൻ ദുആ ചെയ്യുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ദുആ ചെയ്യണം. എന്നിട്ട് ആ ജുബ്ബ കൊടുത്തു. എന്നിട്ട് മഹാനായ ഉവൈസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു യാ ഉമർ തങ്ങളെ നമുക്ക് ആഖിറത്തിൽ വെച്ച് കാണാം. എനിക്ക് നേരമില്ല. കാരണം എനിക്ക് അല്ലാഹുവിനെ ആരാധന ചെയ്യാനുണ്ട്, നിസ്കരിക്കാനുണ്ട്. സമയം കളയാത്ത മഹാൻ ഉവൈസ് റളിയല്ലാഹു അൻഹു. നമ്മളിങ്ങനെ ഫോണിലും മറ്റു കാര്യങ്ങളിലും സമയം കളയുമ്പോൾ മഹാന്മാരെ നിസ്കാരത്തിലാണ്. കാരണം അവർക്ക് ഒരേ ഒരു ചിന്ത, അവർ മരിക്കാനുള്ളവരാണ്. സ്വർഗത്തിൽ അവർ കൂടണോ അവർ പേടിക്കുന്നവരാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, മനസ്സിലാക്കണം, നമ്മളെ സമയം എന്തിനെല്ലാം ചെലവഴിച്ചോ മറ്റു കാര്യങ്ങളിലുമായിട്ട് നമ്മുടെ സമയത്തെ നമ്മളെ ചെലവഴിച്ചോ നമ്മുടെ സ്വർഗം വിദൂരത്താണ്.
മരണം ഏത് സമയത്തും നമ്മുടെ മുമ്പിൽ വരും. മരണമെന്ന യാഥാർത്ഥ്യം എപ്പോഴും അത് നമ്മുടെ മുമ്പിൽ വരാനുള്ളതാ. അതിന് യാതൊരു തടസ്സവുമില്ല. ഇദാ ജാഅ അജലുഹാ ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖിമൂൻ. ഒരു മനുഷ്യന്റെ അവധി കഴിഞ്ഞാൽ, ഒരു മനുഷ്യന്റെ മരണമങ്ങമെന്ന് കഴിഞ്ഞാൽ ഒരു തടസ്സമില്ലാതെ അവന്റെ റൂഹങ്ങ് പിടിച്ചുകൊണ്ട് പോകും. അതിന് യാതൊരു വ്യത്യാസവുമില്ല. ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്വദ്ദഖ വകും മിനസ് സ്വാലിഹീൻ. മരണമാസന്നമായ സമയത്ത് വിളിച്ചു പറയുന്ന ഒരു വാക്കുണ്ട്. മിനിങ്ങളെല്ലാം വിളിച്ചു പറയുന്ന വാക്കുണ്ട്. ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്വദ്ദഖ വകും മിനസ് സ്വാലിഹീൻ. എന്റെ റൂഹിനെ പിടിക്കരുത്. അല്പസമയമെങ്കിലും എനിക്ക് നീ നേടിത്തരണം. എനിക്ക് നല്ലത് ചെയ്യാനാ, സ്വതക്ക കൊടുക്കാനാ, ദാനധർമ്മം ചെയ്യാനാ, ഉൾപ്പെടാനാ. മരിക്കുന്ന സമയത്തോടെ അങ്ങനെയെല്ലാം ചിന്തിക്കേണ്ടതില്ല. നാം ഓരോരുത്തരെ ചിന്തിച്ചു കൊള്ളണം. മരണമെന്ന യാഥാർത്ഥ്യം നമ്മൾ ഓരോരുത്തർക്കും വരാനുണ്ട്. മരണസ്മരണ സ്മരിപ്പിക്കണം. കാരണം എല്ലാ രസങ്ങളെയും കുടുംബം, മക്കള്, ഭാര്യ, സന്താനങ്ങൾ, എന്തെല്ലാം രസങ്ങൾ നമുക്കുണ്ടോ എല്ലാം മുറിച്ചു കളയുന്ന ഒന്നാണ് മരണം. ഖബറിലെത്തണ്ടേ, ഖബറിൽ സുഖപ്പെടുത്തണ്ടേ. നാം ഓരോരുത്തർക്കും മക്കളുണ്ടല്ലോ. ആ മക്കളെ നിങ്ങൾ എന്തിനു വേണ്ടി ചെലവഴിച്ചു ചിന്തിക്കണം. മക്കളുണ്ട്, മക്കളെ അള്ളാന്റെ ദീനിന് വേണ്ടിയാണോ അതോ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണോ? അള്ളാന്റെ ദീനിന് വേണ്ടിയാണ് നിങ്ങളെ മക്കളെ നിങ്ങൾ ചെലവഴിക്കുന്നതെങ്കിൽ നാളെ ഖബറിൽ നിങ്ങൾക്ക് സുഖമായി ഉറങ്ങാം, സുഖമായി കിടക്കാം. നിങ്ങള് മറ്റുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ വിടുകയാണെങ്കിൽ നിങ്ങൾക്ക് സുഖം ഉറങ്ങണ്ടേ. ഖബറിൽ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇപ്പോഴെ ചെറുപ്പത്തിൽ അവരുടെ സ്വഭാവങ്ങൾ കാരണം كل مولود على الفطرة وأبواه يوحدانه ويكفرانه ويبصره. എല്ലാ കുട്ടികളും ശുദ്ധ പ്രകൃതിയിലാണ് ജീവിക്കുന്നത്, ജനിക്കുന്നത്. പക്ഷേ അവരുടെ രക്ഷിതാക്കളാണ് അവരെ വഷളാക്കുന്നത്. നാം മനസ്സിലാക്കണം. രക്ഷിതാക്കളാണ് അവരെ വടക്കാക്കുന്നത്. യാതൊരു സംശയവും. രക്ഷിതാക്കളുടെ കണ്ടിട്ടാണ് അവർ ജീവിക്കുന്ന. രക്ഷിതാക്കൾ ചെറുപ്പത്തിൽ അവർ എങ്ങനെയാണോ പോറ്റിയത് അതുപോലെ അവർ വലുതായി തൗഫീഖ് നൽകുമാറാകട്ടെ. കാരണം ജീവിക്കുന്ന സമയത്ത് ദീനുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ വളർത്തും. കൂടെ എപ്പോഴും പള്ളി കൊണ്ടുപോകും. അങ്ങനെ നിങ്ങളെ മക്കളെ നിങ്ങൾ കൊണ്ട് നടന്ന മക്കൾക്ക് എല്ലാവർക്കും നാളെ വിജയമുണ്ട്. കാരണം ഈ കാലഘട്ടം വളരെ മോശമാണ്. പെരുമാറാകട്ടെ, മക്കളാക്കി പെരുമാറാകട്ടെ. മക്കളെ എതിരെ പറയുന്ന ഒരവസ്ഥ വരരുതല്ലോ. നമ്മളെ മക്കള് നമ്മൾക്ക് എതിരെ പറയുന്ന ഒരവസ്ഥ പോകരുത്. നമ്മളെങ്ങാനും സ്വർഗത്തിലാണ്, നമ്മുടെ മക്കൾ നരകത്തിലാണെങ്കിൽ അവര് അള്ളാഹുവിനോട് പറയില്ലേ എന്നെ നരകത്തിലാക്കിയത് എന്റെ മാതാപിതാക്കൾ, അതുകൊണ്ട് അവരെയും നീ അള്ളാഹുവേ നരകത്തിലേക്ക് ആക്കണേ എന്ന് മക്കൾ പറയുന്ന കാലം വരും. രക്ഷിക്കുമാറാകട്ടെ. അതേ സമയത്ത് ഞങ്ങൾ നരകത്തിലും നമ്മളെ മക്കൾ സ്വർഗത്തിലുമാണെങ്കിൽ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ കരുത്തുള്ള മുത്താക്കി നിങ്ങളെ മക്കളെ നിങ്ങൾ വളർത്തിയാൽ എന്ത് നല്ല മക്കളായി അവർ വളരും. അല്ലാഹു തആല മക്കളെല്ലാം തൗഫീഖ് മക്കളെല്ലാം മുതഅല്ലിമീങ്ങളാക്കട്ടെ. ദീനിന്റെ ആളുകളാക്കി മക്കളെ നിങ്ങൾ എല്ലാവരും ഇവിടെ നിബിധനം വന്ന
എത്ര ആളുകൾ കുറവാണ്. പക്ഷെ ഓണം വന്നാലോ ഓണത്തിന്റെ കോടി എത്ര ആൾക്കാരിട്ട് അത് കൂടുതലാണ്. മുസ്ലിങ്ങളെ കൂടുതൽ ഹിന്ദുക്കൾ കുറവാണ്. ഹിന്ദുക്കൾ ആചാരമാണ് ഓണം. പക്ഷേ കൂടുതലും മുസ്ലിങ്ങളെ രക്ഷിക്കുമാറാകട്ടെ. എന്ത് ചീത്ത സ്വഭാവങ്ങളാണ് അത്. നമ്മുടെ ആദർശ ഇസ്ലാമിനെ പറയിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു കൂട്ടി മുസ്ലിം നാമധാരികളായി വളരുന്ന മനുഷ്യർ